AA1.5 വോൾട്ടറി ടൈപ്പ് ബാറ്ററിയുടെ ഒരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളതാണെങ്കിലും ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററി എടുത്ത് നോക്കിയത് കാണാൻ പറ്റും. അതിൽ LR6 1.5 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ കോഡാണ്. ആ കോഡ് അതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. LR6 എന്ന് പറഞ്ഞാൽ ഇവിടെ IEC എന്ന് പറയും. IEC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡാണ്. ഇൻ്റർനാഷണൽ നമ്മുടെ സെൽസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന അവരുടെ സ്റ്റാൻഡേർഡ്സാണ്. ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷനെയാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇലക്ട്രോ ടെക്നോളജിയെ പറ്റിയുള്ള ഒരു സ്റ്റാൻഡേർഡ്. അതായത് എല്ലായിടത്തും ഇൻ്റർചേഞ്ചബിൾ ആണോ, എല്ലായിടത്തും ഇതേ ഫോർമാറ്റിലാണോ ബാറ്ററി കിട്ടുന്നതെന്നൊക്കെ തീരുമാനിക്കുന്നത് അവരെന്നുള്ള രീതിയിൽ ആണ്. അതുപോലെ IECയും ഇതുപോലെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. അതുപോലെ തന്നെ ANSAയും കൊടുക്കും. ANS എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ANSAയും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ IEC എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ. ഇവർ രണ്ടുപേരുമാണ് ആ സ്റ്റാൻഡേർഡ് ഇന്ന രീതിയിൽ ബാറ്ററി ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടേണ്ടതല്ലേ, പല ഡിവൈസ് ഇട്ടതാണ്, പല രാജ്യത്ത് ഇടേണ്ടതാണ്. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് വേണം, എല്ലായിടത്തും ഒരുപോലെ എന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് വേണം. ആ R6 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R6 എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റൗണ്ട്, ബാറ്ററിയുടെ ഷേപ്പ് റൗണ്ട് ആണെന്നുള്ളതാണ് ക്യാപിറ്റൽ R മീൻ ചെയ്യുന്നത്. R = റൗണ്ട് ബാറ്ററി. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 50.5 mm ആയിരിക്കും AA ബാറ്ററിയുടെ ഒരു ഹൈറ്റ് വരുന്നത്. പിന്നെ ഡയമീറ്റർ വരുന്നത് 14.5 mm ആയിരിക്കണം. കാരണം ഇത് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ വോൾട്ടേജും സെയിം അല്ല കറണ്ട് സെയിം ഒക്കെ ആണെങ്കിലും ഈ വലുപ്പത്തിലും ഈ സ്റ്റാൻഡേർഡിലും ഈ ഷേപ്പിലും ഉണ്ടാക്കിയാലേ ഉള്ളൂ നമുക്ക് എല്ലാ ഡിവൈസിലും, ഇപ്പോൾ പല രാജ്യങ്ങളിലെ പല ഡിവൈസസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഹൈറ്റ് 50.5 mm വരും. അതുപോലെ തന്നെ മാക്സിമം ഡയമീറ്റർ, ഇത് ഒരെണ്ണത്തിൻ്റെ പറയുന്നതേ ഉള്ളൂ, ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതല്ലാതെ നമ്മളൊരു ബാറ്ററി കണ്ടാൽ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ANSA നമ്മൾ പറഞ്ഞു, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ, AA is an ANSA designation for LR6 കോൺഫിഗറേഷൻ ബാറ്ററിയുടെ ഒരു ഡെസിഗ്നേഷനാണ് AA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പ്രൈമറി സെൽ എന്ന് പറയുമ്പോൾ റീചാർജബിൾ അല്ലാത്തത്. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള ഷേപ്പിൽ, സിലിണ്ടറിക്കലും ബട്ടൺ ഷേപ്പിലും റെഗുലർ പ്രിസ്മാറ്റിക്കും അങ്ങനെയെല്ലാം ഹൈ പവർ ഡെൻസിറ്റിയാണ്. അതുപോലെ തന്നെ ഷെല്ലിൽ ഒത്തിരി നാൾ നമുക്ക് പവർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ചാർജിങ് വളരെ കുറവായിരിക്കും. പിന്നെ പോർട്ടബിളാണ്, എടുത്തുകൊണ്ട് നടക്കാം, ചെറിയ ബാറ്ററി ഇല്ലേ. അത് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. വാച്ചസിൽ, ക്ലോക്സിൽ, അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസിൽ, റേഡിയോയിൽ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ, അതുപോലെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ്, മെമ്മറി ചിപ്സിൽ, അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾക്ക് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും, ഈ ആൽക്കലൈൻ പ്രൈമറി ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററീസ്. അതിൻ്റെ അവിടെ നമ്മുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പാർട്സ് എന്നുള്ളത് പഠിച്ചിരിക്കണം. അതായത് ആ ഒരു ഫിഗർ വരച്ചിട്ട് മെറ്റൽ ക്യാപ്പ്, സീൽസ്, കാർബൺ റോഡ്, അതുപോലെ തന്നെ മാംഗനീസിൻ്റെ ഡയോക്സൈഡിൻ്റെ മിക്സ്ഡ് വിത്ത് പൗഡേർഡ് കാർബൺ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റിന് പകരം, അതായത് ഒരു ഇലക്ട്രോലൈറ്റും കാഥോഡും ആനോഡുമാണ് ഒരു അയോൺസ് പോകുന്നത്. നിങ്ങൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന പോലെ അയോൺസ് പോകുന്നതെങ്കിൽ ഒരു കാഥോഡ് വേണം, ഒരു ആനോഡ് വേണം, ഒരു ഇലക്ട്രോലൈറ്റ് വേണം. ആ ഇലക്ട്രോലൈറ്റിന് പകരം ഇവിടെ അക്വസ് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇതൊക്കെ ബാറ്ററിയൊക്കെ പൊട്ടുമ്പോൾ അതിൻ്റെ അകത്ത് പൊടി പോലെ വീഴുന്ന പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരിക്കലും വെള്ളമല്ല. ഡ്രൈ സെൽസ് എന്നും അതുകൊണ്ടാണ് പറയുന്നത്. അതിനകത്ത് വെള്ളം ഒഴിച്ചല്ല. സംഭവമൊക്കെ ഇത് തന്നെ, കാഥോഡും കാണും ആനോഡും കാണും. പക്ഷേ ഒരു അക്വസ് ആയിട്ടുള്ളൊരു സൊല്യൂഷനല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു ടൈപ്പ് നമ്മൾ ബട്ടൺ സെൽ അല്ലെങ്കിൽ കോയിൽ സെൽ എന്നൊക്കെയാണ് പറയാറ്. ഇപ്പോൾ ഇതിൻ്റെ കോഡ് തന്നിരിക്കുന്നത് CR2025 എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഇറ്റ് ഈസ് IEC കോഡാണ്. IEC കോഡ് നമ്മൾ പറഞ്ഞു. IEC കോഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കോഡാണ്. അതിൽ ലിഥിയം ടൈപ്പ് ബാറ്ററിയാണ്. അതുപോലെ തന്നെ R എന്ന് പറഞ്ഞാൽ റൗണ്ട് സിലിണ്ടറിക്കൽ 20 മീൻസ് 20 ഡയമീറ്റർ ബാറ്ററി ആയിരിക്കും. 25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2.5 mm ആയിരിക്കും അതിൻ്റെ ഹൈറ്റ്. അതിന് കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ANSAയിലും അതുപോലെ തന്നെ IECയിലും കോഡ് ഫോർ ബാറ്ററീസ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ബാറ്ററിയിൽ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് അങ്ങനെ വന്നത്. ഈ കേസിലാണെങ്കിൽ C എന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററി ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ റൗണ്ട് ആണ് അതിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ സിലിണ്ടറിക്കലാണ് ഷേപ്പ്. 20 എന്ന് പറഞ്ഞാൽ 20 mm ഡയമീറ്റർ ആണ്. 25 എന്ന് പറഞ്ഞാൽ 2.5 mm ഹൈറ്റ് ആണ്. ഇതാണ് ഈ ഒരു ബട്ടൺ സെൽ അല്ലെങ്കിൽ കോയിൽ സെല്ല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.
ഒരു ബാറ്ററി വേഴ്സസ് സെൽ എന്ന് നോക്കുവാണെങ്കിൽ, the cell is the basic single electrochemical unit which converts chemical energy to electrical energy. അതിനെ പറയുന്നത്, അതായത് ഒരു സിംഗിൾ യൂണിറ്റിനെ പറയുവാണെങ്കിൽ അതിന് സെൽ എന്ന് പറയും. അതിനൊരു സ്റ്റാക്കായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഒന്നിൽ കൂടുതൽ സെൽസിനെ അറേഞ്ച് ചെയ്യുകയാണ് അതിനെ ബാറ്ററി എന്ന് പറയും. അതാണ് അതിൻ്റെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ the difference between a cell and a battery is that a cell is a single unit that converts chemical energy into electrical energy, and a battery is a collection of cells. Aggregating cells into a battery increases the electrical voltage they produce. Batteries are classified by electrolyte type. ബാറ്ററീസിന് ഇലക്ട്രോലൈറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ച് വേറെ ആക്കിയിട്ടുണ്ടെന്ന് കൊടുത്തിരിക്കുന്നു. സെല്ല് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റിനെ, ഒരു ഇലക്ട്രോലൈറ്റും ഒരു ആനോഡും കാഥോഡും ഉള്ള ആ ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ എന്ത് പറയും? അതിനൊരു സെല്ലെന്ന് പറയും. അല്ലാതെ ഒരുമിച്ച് ഇതിനെല്ലാം സെല്ലിനെല്ലാം കൂടെ സ്റ്റാക്ക് ചെയ്തേക്കുന്നതിന് നമ്മളെന്ത് പറയും? ബാറ്ററി എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ബാറ്ററി ഇറ്റ് ഈസ് എ സോഴ്സ് വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും. കാരണം ഇലക്ട്രിക്കൽ എനർജി പിന്നെ ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി അല്ലേ സംഭവിക്കുന്നത്, അതായത് റിവേഴ്സിബിൾ ആണ്. സെല്ല് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ബാറ്ററി എന്ന് പറയും. അത് ബാറ്ററി ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കാണ് സെല്ല്. ബാറ്ററി ഇസ് എ കോമ്പിനേഷൻ ഓഫ് സെൽസ് ഇൻ സീരീസ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വോൾട്ടേജിലോട്ട് കിട്ടാനായിട്ട് നമ്മൾ കോമ്പിനേഷൻ ഓഫ് സെൽസ് യൂസ് ചെയ്യുന്നു. ടൈപ്പ് ഓഫ് സെൽസ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽസ്. പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ cannot be recharged, chemical process not reversible, chemical reaction totally destroy one of the metal after a period of time. എക്സാമ്പിൾ, അതായത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ആയിരുന്നല്ലോ പ്രൈമറി ബാറ്ററി, അതിനാണ് പ്രൈമറി സെൽ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പം അത് സിങ്ക് കാർബൺ ബാറ്ററി അതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ആൽക്കലൈൻ ബാറ്ററി രണ്ടിലും വരുന്നുണ്ട്, റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് പഠിക്കുമ്പോൾ ആൽക്കലൈൻ ബാറ്ററി കൂടെ ഉൾപ്പെടുത്താം. അതിൻ്റെ അകത്ത് സിങ്ക് കാർബൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ 1.5 വോൾട്ടാണ്. അതുപോലെ തന്നെ ആൽക്കലൈൻ ബാറ്ററി 1.5. നമ്മൾ നോർമലായിട്ട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന റിമോട്ടിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ റിമോട്ടിൽ ക്ലോക്ക് അങ്ങനെയൊക്കെയുള്ള വാച്ചസിലൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ റീചാർജബിൾ ചെയ്യാത്ത ബാറ്ററികൾ. പിന്നെ സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി റീചാർജ്, കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ, the electrode and acid mixture changes as the battery supplies. അതിനാണ് ഡിസ്ചാർജിങ്. അതുപോലെ തന്നെ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റായിട്ട് ഡയറക്ഷനിൽ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ബാറ്ററി മെറ്റീരിയൽ റീസ്റ്റോർ ചെയ്യും, തിരിച്ചു വരാം. അതിനാണ് ചാർജിങ്, അല്ലെങ്കിൽ ചാർജ് ആയിട്ട് തിരിച്ച് ചാർജ് ആവും. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട്. അത് 2 വോൾട്ടാണ്. സെല്ലിന് 2 വോൾട്ട് വെച്ചാണ്. സെല്ലിന്, അതായത് ഒരു ഇൻഡിവിജ്വലിന് 2 വോൾട്ട് വെച്ച്. അങ്ങനെ 6 ഉണ്ടെങ്കിൽ 6 × 2 12 വോൾട്ട് ബാറ്ററി ആവും. ഒരെണ്ണം ആകുമ്പോൾ നമ്മൾ സെല്ലെന്നും പറയും, അതിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ ബാറ്ററി എന്നും പറയും. അതുപോലെ തന്നെ നിക്കൽ കാഡ്മിയത്തിൻ്റെ ബാറ്ററികൾ വരുന്നുണ്ട് 1.2 വോൾട്ടിൻ്റെ. നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡിൻ്റെ ബാറ്ററി വരുന്നുണ്ട് 1.2 വോൾട്ടിൻ്റെ. അതുപോലെ തന്നെ ലിഥിയം അയോൺ ബാറ്ററി വരുന്നുണ്ട് 3.3 വോൾട്ടിൻ്റെ. ഇതൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ സിലബസിലല്ല, ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ്. അതായത് സിലബസും ഇലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു അറിവിന് വേണ്ടിയിട്ട് മാത്രം. നിങ്ങളൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്യുക, ലെക്ചർ നോട്ട് പോലും കുറിച്ചെടുത്താൽ മതി. അതായത് ഇന്ന ഇത്ര വോൾട്ട് എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഒക്കെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഏതൊരു ബാറ്ററിയുടെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ളൊരു നിങ്ങൾ വരയ്ക്കേണ്ട ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ മതി. കാഥോഡ് കാണും, ഒരു ഇലക്ട്രോലൈറ്റ് കാണും, അതുപോലെ തന്നെ ഒരു ആനോഡ് കാണും. ഇതിങ്ങനെ പോസിറ്റീവിലും നെഗറ്റീവിലും ഒരു സെല്ലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ആനോഡ് പോസിറ്റീവ് അല്ലെങ്കിൽ കാഥോഡ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ട. ഫ്ലോ എങ്ങോട്ടാണോ ആ രീതിയിലാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ഇതിലൊരു ബാറ്ററിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗറിനെ വരച്ചാൽ മതി. പിന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റിൽ കൂടെയുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റ് അതിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഇതുപോലെ ഈ ബൾബ് പോലെ ഒരു ലോഡ് കൊടുക്കുമ്പോൾ അതുവഴി കയറി വരുന്നു ആ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് റൗണ്ട് ഔട്ടർ സർക്യൂട്ട് കൂടെ ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നത്. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലൊന്നും ചോദിക്കത്തില്ല. അപ്പം ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ ഫിഗർ വരയ്ക്കണം, ഇതൊന്നും മെൻഷൻ ചെയ്ത് കാണിക്കണം. A battery works on oxidation and reduction reaction of an electrolyte with metals.
അതായത് രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് ഇലക്ട്രോലൈറ്റിൽ മുക്കി വെക്കുമ്പോഴാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഡിഫറെൻറ്റ് മെറ്റൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അത് ഒരേ മെറ്റലല്ല. അതുപോലെ തന്നെ ഈ വാട്ടറിലോട്ട് നമ്മൾ അതിനെ ഒരു ആ രീതിയിലുള്ള കോമ്പൗണ്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആസിഡ് പോലുള്ള കോമ്പൗണ്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഡിസോൾവ് ആക്കാനായിട്ട്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ആയിട്ട് ഡിസോൾവ് ആയി രണ്ടായിട്ട് മാറാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കോമ്പൗണ്ടിനെ ഇങ്ങനെ ആക്കാനുള്ള ഇലക്ട്രോലൈറ്റ് എന്നുള്ള കോമ്പൗണ്ട് അതിനെയാണ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. സം സ്പെസിഫിക് കോമ്പൗണ്ട്സ് ആർ ആഡഡ് ടു വാട്ടർ, ദേ ഗെറ്റ് ഡിസോൾവ്ഡ് ആൻഡ് പ്രൊഡ്യൂസ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ്. ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. അതായത് അയോൺസ് ആയിട്ട് ഇറങ്ങി വരാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന ആ കോമ്പൗണ്ടിനെ എന്ത് പറയുന്നു? അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബേസിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അതായത് രണ്ട് മെറ്റൽ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിടുമ്പോൾ അയോൺസ് മുകളിൽ കൂടെ പോകുന്നു, ഒരു ലോഡ്, അതായത് എന്തെങ്കിലും ബൾബ് കത്തിക്കുന്നു ഒക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. The energy released during accepting an electron by a neutral atom is known as electron affinity. ആ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് അവിടുന്ന് ലോസ് ആയ ഇലക്ട്രോണിനെ അപ്പുറം ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് പറയുന്നത്. As the atomic structure for different material are different, the electron affinity for different material will be differ. അതായത് ഓരോ മെറ്റീരിയലിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് എത്ര ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളത് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് അതിന് പറയുന്നത്. അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫിഗർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഇലക്ട്രോഡ്സ്, സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡൈലൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഡൈലൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇലക്ട്രോലൈറ്റ്. ബാക്കി രണ്ടും ഇലക്ട്രോഡ്സ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കറണ്ട്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണം കറണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഡയറക്ഷൻ. അവിടെയാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലോഡായിട്ട് ബൾബ് കത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോൺ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നു, കറണ്ടിന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം അവിടെ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ലോഡെന്ന് അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കാണിക്കാറുണ്ട്. If two different kinds of metal are immersed in the same electrolyte solution, one of them will be gain electrons and other will release electrons. ഒരു മെറ്റലിൽ നിന്ന് എന്താ ഇലക്ട്രോൺസ് ഇറങ്ങി വരികയും മറ്റേ മെറ്റൽ അതിനെ എന്ത് ചെയ്യും, ഗെയിൻ ചെയ്യും, എടുക്കുകയും ചെയ്യും. അപ്പോൾ ആ സൊല്യൂഷനെ വിളിക്കുന്ന, സെയിം സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഇത് ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ്, ഈ പടത്തിലെ എക്സാമ്പിളിൽ. This electrical potential difference or EMF can be utilized as a source of voltage in any electronics or electrical circuit. This is general and basic working principle of battery. ഇത് എങ്ങനെയാണ്, അതായത് ഈ ഇയോൺസിൻ്റെ ഫ്ലോ, അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണം ആണ് എന്ത് ചെയ്യുക, അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, എങ്കിലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാവുന്നതാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിലൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഒരൊറ്റ സെല്ല്, അതായത് ഒരു സെല്ലിൽ ആണ് ഇത്ര ഉണ്ടാകുക കേട്ടോ. കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ്, ഇത്ര സാധനങ്ങൾ സെല്ലുണ്ടാകും. ബാറ്ററി ആകുമ്പോൾ ഇതിൻ്റെ കുറേ കോമ്പിനേഷൻ, കുറേ എണ്ണത്തിൻ്റെ അടുക്കി വെച്ചേക്കുന്നു. ഇത് ബേസിക്കായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ റിസൾട്ട് കിട്ടുന്നു എന്ന് ചുമ്മാ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള പേപ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് കണക്ട് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വൺ സെൽ ഇൻറ്റു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ അതർ സെൽ. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സീരീസ് കണക്ഷനായിട്ട് ആ ഫിഗറിൽ കൊടുത്തേക്കുന്ന പോലെ E1 E2 E2 E3 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്, അല്ലെങ്കിൽ EMFനെയാണ് E1 E2 E3 എന്ന് കൊടുത്തേക്കുന്നത്. EMF ഈ കേസിൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ആ മൂന്നെണ്ണത്തിനെയും കൂടെ സം ആയിരിക്കും, കൂടിക്കൂടി വരും E1 സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ. അതായത് ടോട്ടൽ EMF ഈക്വൽ ടു സം ഓഫ് EMF ഓഫ് ഈച്ച് സെൽ. ഈച്ച് സെല്ലിൻ്റെയും കൂടെ അഡീഷൻ ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടും, കറണ്ട് സെയിം ആയിരിക്കും. വോൾട്ടേജ് കൂടും, കറണ്ട് സെയിം ആയിരിക്കും. പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് പോസിറ്റീവ് ടു പോസിറ്റീവ്, അതായത് പോസിറ്റീവ് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യും, നെഗറ്റീവ് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യും. എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, അവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും, എല്ലായിടത്തും വോൾട്ടേജ് സെയിം ആയിരിക്കും, കൂടുന്നില്ല, പകരം കറണ്ട് കൂടും. ഓക്കെ, പാരലാണെങ്കിൽ കറണ്ട് കൂടും, സീരീസ് ആണെങ്കിൽ വോൾട്ടേജ് കൂടുമെന്ന് ഓർത്തിരിക്കുക. പാരലാണെങ്കിൽ കറണ്ട് കൂടും, സീരീസ് ആണെങ്കിൽ വോൾട്ടേജ് കൂടുമെന്ന് മാത്രം ഓർത്തിരിക്കുക. ഫിഗർ എങ്ങനെ പാരൽ കണക്ട് ചെയ്യുന്നത്, എങ്ങനെ സീരീസ് കണക്ട് ചെയ്യുന്നത് കൂടെ വേണം നോക്കിച്ചു.
ലോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബൾബ് ആവാം കേട്ടോ. ലോഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വൈദ്യുതി ഉപയോഗിക്കുന്ന സാധനം അവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ലോഡ് എന്ന് പറഞ്ഞാൽ. ഇതിൽ സീരീസും പാരലും കൊടുത്തേക്കുന്നത് കാണിച്ചേക്കുന്നത്. അത് സീരീസ് കൊടുത്താൽ എങ്ങനെ മാറ്റം വരും, അല്ലെങ്കിൽ പാരലായിട്ട് ബാറ്ററി കൊടുത്താൽ എങ്ങനെ വരും. ഒരു ബാറ്ററി അവിടെ കൊടുത്തേക്കുന്നത് 4.2 വോൾട്ടിൻ്റെ 2Ah ബാറ്ററികളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 4 ബാറ്ററി 4.2 വോൾട്ടിൻ്റെ 4 ബാറ്ററി സീരീസ് ആയിട്ട് കൊടുത്തേക്കും. 4 ബാറ്ററി സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കറണ്ട് സെയിം ആയിരിക്കും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ കറണ്ട് സെയിം ആയിരിക്കും. വോൾട്ടേജ് 4 കൂടെ കൂടും. അത് 4.2 ഇൻറ്റു 4 വരുമ്പോഴാണ് ഈ ആൻസർ കിട്ടുന്നത്. 4.2 വോൾട്ട് എന്നുള്ളത് ഇൻറ്റു 4 അതാണ് സീരീസ് ഉദ്ദേശിക്കുന്നത്. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, കറണ്ട് കൂടും, വോൾട്ടേജ് സെയിം. സീരീസ് ആണെങ്കിൽ കറണ്ട് സെയിം, വോൾട്ടേജ് കൂടും. പാരലൽ ആണെങ്കിൽ 4 ബാറ്ററീസ് ഇൻ പാരലൽ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, 4 ബാറ്ററീസ് 4.2 വോൾട്ടിൻ്റെ 2Ah ബാറ്ററികൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അത് 8Ah ആവും. പകരം വോൾട്ടേജ് എന്താ, വോൾട്ടേജ് 4.2 വോൾട്ട് തന്നെ ആവും. അതായത് സീരീസ് ആണെങ്കിൽ വോൾട്ടേജ് കൂടും, പാരലൽ ആണെങ്കിൽ കറണ്ട് കൂടും. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ 2 പാരലൽ സെറ്റ്സ് ഓഫ് 4 ബാറ്ററീസ് ഇൻ സീരീസ്. അതായത് സീരീസിലുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 4.2 ഇൻറ്റു 4 അതാണ് 16.8 കിട്ടുന്നത്. അത് രണ്ടും പാരലൽ ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം, വോൾട്ടേജ് മാറത്തില്ല, പകരം കറണ്ട് കൂടി. അങ്ങനെയാണ് 4Ah വന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യത്തെ ഒരു സീരീസ് അവിടെ കിടപ്പുണ്ട്. ആദ്യത്തെ ഒരു സീരീസിൻ്റെ റിസൾട്ട് എന്നായിരിക്കും, ആ സീരീസിൻ്റെ റിസൾട്ട് എന്നായിരിക്കും 16.8 വോൾട്ടും 2Ah ആയിരിക്കും. ആദ്യത്തെ മാത്രം, അതായത് ആദ്യത്തെ റോ മാത്രം കൺസിഡർ ചെയ്താൽ 16.8 വോൾട്ടും 2Ah. അങ്ങനെ രണ്ടെണ്ണം. അപ്പം എന്നാ രണ്ടും പാരലായതുകൊണ്ട് തന്നെ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് കൂടും. 4Ah ആവും, വോൾട്ടേജ് സെയിം. അതാണ് 2 പാരലൽ സെറ്റ്സ് ഓഫ് 4 ബാറ്ററീസ് ഇൻ സീരീസ്. ഇതൊക്കെ ഒന്ന് കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ടാണ്. ഇതിനടുത്ത് കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് പാരലായിട്ടും സീരീസ് ആയിട്ടും കൊടുത്തേക്കുന്ന അവിടെ കാണിച്ചേക്കുന്നത് 12 വോൾട്ട് ബാറ്ററിയാണ്. 12 വോൾട്ട് ബാറ്ററി നമ്മുടെ ആദ്യത്തെ പാരലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വോൾട്ടേജ് മാറത്തില്ല, പകരം കറണ്ട് മാറും. താഴത്തെ ഫിഗർ നോക്കുവാണെങ്കിൽ സീരീസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് മാറുന്നുണ്ട്, കറണ്ട് സെയിം കൂടത്തില്ല. 500A ആയിട്ടുണ്ട്, ആംപിയർ ആയിട്ടുണ്ട്, 24 വോൾട്ട് ആയിട്ടുണ്ട്. നേരത്തെ 12 വോൾട്ട് ആയിരുന്നു. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അതായത് സീരീസ് ആണെങ്കിൽ വോൾട്ടേജ് കൂടും, പാരലാണെങ്കിൽ കറണ്ട് കൂടും. ഹൈപ്പോൺ ബാറ്ററീസ് ഉദ്ദേശിക്കുന്നത്, അതായത് എന്തുകൊണ്ടാണ് ബാറ്ററിക്ക് ഇത്ര ആവശ്യകത, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നാമത് നമ്മുടെ എനർജി റിസോഴ്സസ്, നാച്ചുറൽ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഫ്യൂവൽസ് ആണെങ്കിൽ തന്നെ ആ രീതിയിലുള്ള ഫ്യൂവൽസും അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിസോഴ്സസ് തീരുന്നത് കൊണ്ട് തന്നെ പിന്നെയും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെയും ഉണ്ടാക്കാൻ പറ്റുന്ന റിസോഴ്സസ് ആണ് നമുക്ക് ആവശ്യം. അതിൽ ഒരെണ്ണമാണ് ഇലക്ട്രിസിറ്റി. അതിപ്പോൾ ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് പല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിൻഡ് കൊണ്ട് പറ്റും, അതുപോലെ തന്നെ വേവ്സ് കൊണ്ട് പറ്റും, അതുപോലെ തന്നെ സോളാർ എനർജി പറ്റും. അതെല്ലാം സ്റ്റോർ ചെയ്യാനാണ് ബാറ്ററിയുടെ ഇമ്പോർട്ടൻസ്. അപ്പം ആ ഒരു എനർജിക്ക്, അതായത് ഈ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫ്യൂവൽസിൻ്റെ അഭാവം കാരണം, അതുപോലെ തന്നെ ഓയിൽ ഫീൽഡൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ മാത്രമല്ല, വേൾഡ് ഇൻഡസ്ട്രിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ പോപ്പുലേഷൻ കൂടുന്നു, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസിൻ്റെ യൂസ് കൂടുന്നു, മെറ്റീരിയൽ ഗുഡ്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ പോർട്ടബിൾ ഇലക്ട്രോണിക്സ് ഡെയിലി ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ബാറ്ററിയുടെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ഈ ബാറ്ററി ഇപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ ചാപ്റ്ററിൻ്റെ അകത്ത് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള ഇമ്പോർട്ടൻസ് വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ അത് പറയുമ്പോൾ അത് പറയാം നമുക്ക്. അതായത് ഇലക്ട്രിക് വെഹിക്കിളിലും ഫ്യൂൽസിൻ്റെ അഭാവം മൂലം ഇലക്ട്രിക് വെഹിക്കിളും ബാറ്ററി ഉപയോഗിക്കുന്നു. അതിപ്പോൾ പലതരം ബാറ്ററി ടെക്നോളജി വരുന്നു. ഹൈപ്പോൺ ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ബാറ്ററീസ് ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്? അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള എനർജീസ്, അതായത് വേവ്സ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിൻഡ്, അതുപോലെ നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് കിട്ടുന്ന എനർജീസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനൊരു കറക്റ്റ് സോളാർ എനർജി, ഇതിനൊക്കെ
ഇത് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. ആ ബാറ്ററി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ്. അത് ഏത് ടൈപ്പ് വേണം ആയിക്കോട്ടെ. കാരണം നാച്ചുറലായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന റിസോഴ്സാണ് ഈ സൺ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് അത് ശേഖരിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി, ബാറ്ററി പോലുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ അതിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ കാലത്ത്. കാരണം ഓയിലില്ല, ഓയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നാച്ചുറൽ ഗ്യാസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ യുറാനിയം അങ്ങനെയുള്ള ശേഖരങ്ങളൊക്കെ നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഈ കിട്ടുന്ന നമ്മുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ വെച്ച് കിട്ടുന്ന എനർജീസ്, വിൻഡ് എനർജി, അതുപോലെ തന്നെ ഇത് വേവ്സിൽ നിന്ന് കിട്ടുന്നത് സോളാർ എനർജി, അങ്ങനത്തെയൊക്കെ എനർജിക്ക് നമുക്ക് ഒരു നല്ലൊരു സ്റ്റോറേജ് വേണം, നല്ലൊരു സ്റ്റോറേജ് സൊല്യൂഷൻ വേണം. അതാണ് നമ്മളെ ബാറ്ററി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഏത് ടൈപ്പ് ആണെങ്കിലും ഒന്നും പെർഫെക്ഷനിലോട്ട് എത്തിയിട്ടില്ല. കാരണം ഒരു 100% സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലോട്ട് എത്തിയിട്ടില്ല. അതിന് അതിൻ്റെതായ ലോസസ് ഉണ്ട്. അപ്പം ഏറ്റവും നല്ല ടെക്നോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൈ ഡിമാൻഡാണ്, ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടുന്നു. ഈ പറഞ്ഞ പോലെ ആൾക്കാർ കൂടുതൽ ഓട്ടോമൊബൈൽസ് വരുന്നു, ഇൻഡസ്ട്രിയൽ ആക്കുന്നു. ഇതിനെല്ലാം എന്താ ബാറ്ററിയും പവറും ഒക്കെ ആവശ്യമുണ്ട്. എല്ലാവിധ കാര്യങ്ങൾക്കും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് കൂടി, പോർട്ടബിൾ ഇലക്ട്രോണിക്സ് കൂടി, പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം ബാറ്ററി ബേസ്ഡാണ്. നമ്മൾ ഓരോ വീട്ടിലേക്കും ഇൻവേർട്ടർ പോലുള്ള മേടിച്ച് തുടങ്ങുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു ബാറ്ററി സിസ്റ്റത്തിന് ആവശ്യമുള്ളത് കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ്, പിന്നെ അതിന് സെപ്പറേറ്റർ, പിന്നെ കണ്ടെയ്നർ, സെൽസ് തമ്മിലുള്ള സെപ്പറേറ്റർ, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടെയ്നർ. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ ഇൻഡിവിജ്വൽ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ആനോഡ് റിയാക്ഷൻ കാണും, കാഥോഡ് റിയാക്ഷൻ കാണും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നു, അവിടെ ഇലക്ട്രോണിൻ്റെ റിലീസ് ഉണ്ടാകുന്നു. കാഥോഡിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു, അതായത് ഇറങ്ങി വരുന്നതിനെ ഗെയിൻ ചെയ്യുന്നു. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട, കാരണം അത് സെല്ലനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഇലക്ട്രോകെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അത് ഞാൻ അങ്ങനെ സ്ട്രെസ് കൊടുക്കാത്തത്. അതുപോലെ ഇലക്ട്രോലൈറ്റ് എന്നായിരുന്നു, ഈസ് ആൻ അയൺ കണ്ടക്റ്റിംഗ് മീഡിയം വിച്ച് കണ്ടക്ട്സ് അയോൺസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് സോ ദാറ്റ് ദ എബോവ് റിയാക്ഷൻസ് ക്യാൻ ടേക്ക് പ്ലേസ്. അതായത് അയോൺസ് ഇതിൽ കൂടെയാണ്, അതൊരു മീഡിയം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ലോസ് ആയിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതോട്ട് ട്രാവൽ ചെയ്യാനുള്ളൊരു മീഡിയമാണ് ഇലക്ട്രോലൈറ്റ്. പ്രൈമറി ബാറ്ററി, അതായത് നോൺ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി, സെൽ റിയാക്ഷൻസ് ഇറിവേഴ്സിബിൾ ആണ്. തിരിച്ച് റിവേഴ്സിബിൾ അല്ലാത്ത റിയാക്ഷൻ എന്നുള്ളതിനാണ് ഇറിവേഴ്സിബിൾ എന്ന് കൊടുത്തേക്കുന്നത്. സെൽഫ് ഡിസ്ചാർജസ് സംഭവിക്കുന്നുണ്ട്, അതായത് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും സെൽഫ് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. പിന്നെ ലെഗ്രാഞ്ച് സെൽ എന്ന് പറയും, അതായത് ഒരു പഴയ ടൈപ്പ് സെല്ലാണ്, സിങ്ക് കാർബൺ സെല്ലാണ്. സിങ്ക് കാർബൺ സെൽസിനാണ് ലെഗ്രാഞ്ച് സെൽസ് എന്ന് പറയുന്നത്. ലോക്കോ സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു, അതായത് ടോർച്ച് ലൈറ്റിൽ, പോർട്ടബിൾ റേഡിയോസിൽ, ടോയ്സിൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ തന്നെ മഗ്നീഷ്യം മാംഗനീസ് ഓക്സൈഡ് സെൽസ് ഉണ്ടായിരുന്നു. ഹൈ കപ്പാസിറ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, ഹൈ കപ്പാസിറ്റി സിസ്റ്റത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സിന്, വോട്ടിംഗ് മെഷീൻസിലൊക്കെ ഉപയോഗിച്ചിരുന്നത് മഗ്നീഷ്യം മാംഗനീസ് ഡയോക്സൈഡ് ആണ് ഉപയോഗിച്ചിരുന്നത്, സെൽസാണ് ഉപയോഗിച്ചിരുന്നത്. പ്രൈമറി ബാറ്ററിയുടെ ഒരു ടേബിളാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് കൊടുത്തേക്കുന്ന പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയുടെ ഒരു ലിസ്റ്റും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ് കൊടുത്തേക്കുന്നത്. ഫുൾ കാണാൻ പഠിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിങ്ക് കാർബൺ ബാറ്ററിയുടെ അറിഞ്ഞിരിക്കണം, അത് ലെഗ്രാഞ്ച് സെൽസിൻ്റെ അറിഞ്ഞിരിക്കണം. അതിൽ Mn എന്ന് പറഞ്ഞാൽ മാംഗനീസും Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ആണ് കേട്ടോ. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മഗ്നീഷ്യം ബാറ്ററിയുടെ അറിഞ്ഞിരിക്കണം, ആൽക്കലൈൻ ബാറ്ററിയുടെ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ബാക്കിയൊന്ന് വായിച്ചു വെക്കും. അതായത് സിങ്ക് കാർബൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു പഴയ ടെക്നോളജിയാണ്, കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ലോ കോസ്റ്റ് പ്രൈമറി ബാറ്ററി ആയിരുന്നു, വെറൈറ്റി സൈസിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് ഫ്ലാഷ് ലൈറ്റിലും പോർട്ടബിൾ റേഡിയോസിലും ടോയ്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മഗ്നീഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം മാംഗനീസ് ഡയോക്സൈഡ് MgMnO2
അത് ഹൈ കപ്പാസിറ്റി പ്രൈമറി ബാറ്ററി ആയിരുന്നു. നല്ല ഷെൽ ലൈഫ് ഉണ്ട്, അതായത് നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല, കുറച്ച് നാൾ കാത്തു വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിലിറ്ററി റിസീവർ ട്രാൻസ്മിറ്റർ പർപ്പസിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് എമർജൻസി ട്രാൻസ്മിറ്റേഷനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളായിരുന്നു. പിന്നെ വരുന്നത് ആൽക്കലൈൻ ബാറ്ററിയാണ്. ആൽക്കലൈൻ ബാറ്ററി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ജനറൽ പർപ്പസിന് ലോ ടെമ്പറേച്ചറിലൊക്കെ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈ റേറ്റ് പെർഫോമൻസ് ഉണ്ട്, ലോ കോസ്റ്റ് ആണ്, നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററീസ്. മോസ്റ്റ് പോപ്പുലർ പ്രൈമറി ബാറ്ററിയാണ് ആൽക്കലൈൻ ബാറ്ററി. എല്ലാ പോർട്ടബിൾ ആയിട്ടുള്ള ബാറ്ററി ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പല വലിപ്പത്തിൽ കിട്ടുന്നുണ്ട്.